പാകിസ്ഥാനെ ഞെട്ടിച്ച് വീണ്ടും POKയിൽ കലാപ നീക്കം. പാക് അധീന കാശ്മീരിലെ അവാമി ആക്ഷൻ കൗൺസിലാണ് വീണ്ടും ജനകീയ കലാപത്തിന് നീക്കം ആരംഭിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ഭരണകൂടവുമായി ഇനി യാതൊരു തരത്തിലുള്ള ചർച്ചകളുമില്ലെന്നും പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ സമവായ നിർദ്ദേശങ്ങളെ തള്ളിക്കളയുകയുമാണെന്ന് അവാമി ആക്ഷൻ കൗൺസിൽ പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാക്കി. 3 മാസത്തെ സമയപരിധിയാണ് അവാമി ആക്ഷൻ കൗൺസിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന് നൽകിയിരുന്നത്. POKയിൽ ചുമത്തിയ അധിക നികുതി, POKയിൽ ജനങ്ങൾക്ക് മേൽ ചുമത്തിയിരിക്കുന്ന തെറ്റായ നടപടികൾ, മറ്റ് നികുതി അപരിഷ്കൃതമായ നികുതി നിർദ്ദേശങ്ങൾ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാസങ്ങൾക്ക് മുൻപ് POKയിൽ പാക് അധീന കാശ്മീരിൽ വലിയ ജനകീയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ പ്രക്ഷോഭത്തെ ആദ്യഘട്ടത്തിൽ അടിച്ചമർത്താനാണ് പാകിസ്ഥാൻ ഭരണകൂടം ശ്രമിച്ചത്. ഈ പ്രക്ഷോഭകാരികൾക്ക് നേരെ പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒത്താശയോടുകൂടി അവിടെയുള്ള ഭീകര സംഘടനകളും വെടിവയ്പ്പുകളും ആക്രമണങ്ങളും ബോംബാക്രമണങ്ങളും ഒക്കെ നടത്തി. എന്നാൽ ഈ ആക്രമണങ്ങളെ മറികടന്ന പ്രക്ഷോഭം ദിവസങ്ങൾ പിന്നിട്ടതോടുകൂടി പാക് അധീന കാശ്മീരിന്റെ പ്രവർത്തനം തന്നെ താറുമാറായി. പാക് അധീന കാശ്മീരിലെ ഈ പ്രക്ഷോഭം, ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ കഴിയില്ലെന്നും വിദ്യാർത്ഥികളടക്കം ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായതോടുകൂടി ഈ പ്രക്ഷോഭം വലിയ തിരിച്ചടി നൽകുമെന്നും പാക് ഭരണകൂടം ചിന്തിച്ചു, പാക് ഭരണകൂടം മനസ്സിലാക്കി. ഇതുകൂടാതെ തന്നെ പ്രക്ഷോഭം കൂടുതൽ ദിവസങ്ങളിലേക്ക് നീളുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ അത് മുതലെടുക്കാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യ പാക് അധീന കാശ്മീരിൽ തങ്ങളുടെ പിടിമുറുക്കാനിടയുണ്ടെന്നും പാക് സർക്കാർ ഭയന്നു. ഈ സാഹചര്യത്തിലാണ് പാക് അധീന കാശ്മീരിന്റെ ഭരണകൂടം, പാകിസ്ഥാൻ ഭരണകൂടം ഷഹബാസ് ഷെരീഫിന്റെ നിർദ്ദേശപ്രകാരം പാകിസ്ഥാനിലെ പാക് അധീന കാശ്മീരിലെ ഈ പ്രക്ഷോഭകാരികളുമായി അവരുടെ സംഘടനയായ അവാമി ആക്ഷൻ കൗൺസിലുമായി ചർച്ച നടത്തുന്നതും 3 മാസത്തെ സമയപരിധിക്കുള്ളിൽ അവർ മുന്നോട്ട് വച്ച എല്ലാ നിർദ്ദേശങ്ങളും 21 നിർദ്ദേശങ്ങളാണ് അവാമി ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെച്ചത്. ആ 21 നിർദ്ദേശങ്ങളും തങ്ങൾ അംഗീകരിക്കാമെന്നും ഉറപ്പ് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ജനകീയ പ്രക്ഷോഭം അവർ നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ 90 ദിവസം പിന്നിട്ട് കഴിയുമ്പോഴും അവാമി ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശത്തിനോടും ക്രിയാത്മകമായി ഇടപെടാൻ പാക് ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം. ഈ അവാമി ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശവും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ യാതൊരു തരത്തിലും ഗുണകരമല്ലാത്ത ഒരു നിലപാടുകളാണ് പാകിസ്ഥാൻ ഭരണകൂടം സ്വീകരിക്കുന്നത് എന്നാണ് അവാമി ആക്ഷൻ കൗൺസിൽ പരാതിയായി പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ജനകീയ പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങാൻ അവാമി ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭമായിരിക്കും പാക് അധീന കാശ്മീരിൽ കാണാനിടയാവുക. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. പാക് അധീന കാശ്മീരിൽ ഇത്തരം കലാപങ്ങൾ ഉണ്ടാകുന്നത്, പാക് അധീന കാശ്മീരിൽ ഏതെങ്കിലും സംഘർഷം ഉണ്ടാകുന്നത് അത് തൊട്ടടുത്തുള്ള അയൽ രാജ്യമായ ഇന്ത്യയുടെ ഇടപെടലിന് ഇടയാക്കും. ഇന്ത്യ വർഷങ്ങളായി കണ്ണുവച്ചിരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് പാക് അധീന കാശ്മീർ. ചതിയിലൂടെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ തട്ടിയെടുത്തത് എന്ന് ഇന്ത്യ കരുതുന്നതും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് ഇന്ത്യ നിരന്തരം ഓർമ്മിപ്പിക്കുന്നതുമായ ഒരു ഭൂപ്രദേശമാണ് പാക് അധീന കാശ്മീർ. ആ പാക് അധീന കാശ്മീരിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാകുന്നത് ഇന്ത്യക്ക് ആ ഭൂപ്രദേശത്തിന് മേൽ പിടിമുറുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും പാക് അധീന കാശ്മീരിൽ ഏതെങ്കിലും തരത്തിലുള്ള കലാപം ഉണ്ടായാൽ, ജനകീയ പ്രക്ഷോഭം ഉണ്ടായാൽ അതിനിടയിലേക്ക് ഇന്ത്യ നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള റോയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റോ വേണമെങ്കിൽ പ്രക്ഷോഭകാരികൾക്ക് വലിയ പിന്തുണ നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന പാകിസ്ഥാന്റെ ഭയം. അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭത്തെ പരമാവധി ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ പാകിസ്ഥാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിൽ ഇറാനിൽ നടക്കുന്ന ജനകീയ കലാപത്തിന് സമാനമായ കലാപമായിരിക്കാം വേണമെങ്കിൽ പാക് അധീന കാശ്മീരിലും ഉണ്ടാകാൻ പോകുന്നത്. ഇറാനിലാകട്ടെ, ഇറാനിൽ ജനങ്ങൾ സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭം ആരംഭിച്ചു. ആ പ്രക്ഷോഭം വലിയ കലാപത്തിലേക്ക് ഇപ്പോൾ വഴിമാറിയിരിക്കുന്നു. ഈ കലാപം ഓരോ മണിക്കൂറുകളിലും കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഈ കലാപത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന് പങ്കുണ്ട് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. മൊസാദിന് പങ്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും
ഇറാൻ ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് ഇറാനിലെ ജനകീയ പ്രക്ഷോഭവും കലാപവും തെരുവുകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിന് സമാനമായിട്ടുള്ള ഒരു ഇടപെടൽ പാക് അധീന കാശ്മീരിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോ നടത്തുകയാണെങ്കിൽ പാക് അധീന കാശ്മീരിലെ കലാപം അടിച്ചമർത്താൻ പാകിസ്ഥാൻ ഭരണകൂടത്തിന് കഴിഞ്ഞെന്ന് വരില്ല. പാക് അധീന കാശ്മീർ പാകിസ്ഥാനിൽ നിന്നും വേർപെടുന്ന കാലം വിദൂരമല്ല. നിലവിൽ തന്നെ ആഭ്യന്തര കലാപം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ബലൂജ് മേഖലയിൽ ബലൂജ് ലിബറേഷൻ ആർമി സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഖൈബർ പഷ്തൂങ്ക മേഖലയിൽ TTK തെഹ്രീക്ക് താലിബാൻ അതുപോലെ തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. ബലൂജ് ലിബറേഷൻ ആർമിയും തെഹ്രീക്ക് താലിബാനും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളാണ് തങ്ങളെന്ന് പാകിസ്ഥാനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ POKയിൽ കൂടി വലിയൊരു കലാപം അരങ്ങേറിയാൽ അത് നിയന്ത്രിക്കാൻ പാകിസ്ഥാന് കഴിയാതെ വരും. അത് പാകിസ്ഥാന്റെ എല്ലാ കാലത്തേക്കുമുള്ള വലിയൊരു തിരിച്ചടിയായി മാറുമെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ POKയിൽ ഒരു കലാപം ഉണ്ടാകുന്നത് എങ്ങനെയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് പാകിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം. അതേസമയം 90 ദിവസത്തെ സമയപരിധി അവസാനിച്ചപ്പോൾ ഇനി തെരുവ് കലാപമല്ലാതെ തെരുവ് പ്രക്ഷോഭമല്ലാതെ മറ്റൊന്നും തങ്ങളുടെ മുന്നിൽ ഇല്ല എന്നുള്ള നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് പാകിസ്ഥാനിലെ POKയിലെ അവാമി ആക്ഷൻ കൗൺസിലിന്റെ നേരത്തെ ഉണ്ടായ പ്രക്ഷോഭത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് POKയിലെ തെരുവുകളിൽ ഇറങ്ങിയത്. തെരുവുകൾ കലാപ സംഘർഷമായിരുന്നു. തെരുവുകൾ വലിയ സംഘർഷത്തിൽ വഴിമാറിയിരുന്നു. നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളും പാകിസ്ഥാൻ സൈന്യത്തിനെയും പാകിസ്ഥാന്റെ പോലീസിനെയും തെരുവുകളിൽ വെച്ച് പ്രക്ഷോഭകാരികൾ ആക്രമിക്കുന്നതും തടങ്കലിലാക്കുന്നതും തടവുപുള്ളിയാക്കുന്നതും ഉള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇതിനെതിരെ വലിയ അതിക്രമങ്ങളാണ് പാകിസ്ഥാൻ സൈന്യവും നടത്തിയത്. ഈ പ്രക്ഷോഭകാരികൾക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം തന്നെ വെടിയുതിർക്കുന്ന കാഴ്ചകളുണ്ടായി. അതുകൂടാതെ സ്വന്തം സൈന്യത്തിന് നേരെ ബോംബാക്രമണം നടത്തുന്ന പാകിസ്ഥാൻ സേനയെ നമ്മൾ കണ്ടു. ഷെല്ലാക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങളൊക്കെ തന്നെ സ്വന്തം ജനതയ്ക്ക് നേരെ നടത്തുന്ന പാകിസ്ഥാൻ സൈന്യത്തെയാണ് നമ്മൾ അന്ന് കണ്ടത്. ഇപ്പോൾ വീണ്ടും പാക് അധീന കാശ്മീർ വലിയ കലാപത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. സർക്കാരിനെതിരെ വീണ്ടും കലാപം ആരംഭിച്ച് അവാമി ആക്ഷൻ കൗൺസിൽ. പാക് അധീന കാശ്മീർ ഇക്കുറിയെങ്കിലും ഇന്ത്യയുടെ ഭാഗമാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം.